എനിക്ക് കുറച്ച് പ്രതികരണ ശേഷി കൂടിയ ക്യാരക്ടറാണ്. ശ്രുതി കുറച്ച് പ്രശ്നക്കാരിയാണെന്നാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പ്രശ്നക്കാരിയാണെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരുടെ കയ്യിലിരിപ്പും കൂടെ ഒന്ന് 5 ലക്ഷം രൂപ കൊടുത്താലേ അഭിനയിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നിടത്ത് എന്താ ചെയ്യാ? 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്നാ പിന്നെ കുറച്ചും കൂടെ പൈസ ആരെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് സ്വന്തമായിട്ട് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിച്ചാൽ പോലെ. ഇങ്ങനത്തെ മറുപടികളായിരിക്കും ചിലപ്പോൾ പ്രശ്നക്കാരിയാക്കുന്നത്. ഞാൻ പറഞ്ഞ അതായിരിക്കാം. ഞാൻ എന്റെ നിലപാടുകൾ വളരെ വ്യക്തമായി എവിടെയാണെങ്കിലും ആരോടാണെങ്കിലും പറയുന്നതാണ്. പിന്നെ ഞാൻ പ്രശ്നക്കാരിയാണെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരുടെ കയ്യിലിരിപ്പും കൂടെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇവര് വിശ്വസിക്കുന്ന ഫെമിനിസത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഫെമിനിസം മീൻസ് ഇക്വാലിറ്റി എന്നുള്ളതാണ്. ഇക്വാലിറ്റി ഇൻ വേജസ്. ഐ ഡെഫിനറ്റ്ലി ബിലീവ് ഇൻ ദാറ്റ്. പക്ഷെ സെയിം പോയിന്റ് ആണ് അനുഭവം പറഞ്ഞത്. ഞാൻ അന്ന് പറഞ്ഞ അതേ പോയിന്റ് ആണ്. ഇത് കേട്ട് ഒരാളെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് വിൽ ഹാപ്പൻ. കല്യാണം എന്ന് പറയുന്നത് ഇപ്പൊ ഈ നമ്മൾ 2026 നിൽക്കുമ്പോൾ കുറച്ചൊരു ലോജിക്കലിയും കൂടെ ചിന്തിക്കണം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഒന്നും അല്ല. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്റെ അടുക്ക വന്ന് സീരിയസ്ലി ഡയറക്റ്റ് ചോദിച്ചവരുണ്ട്, എന്നാ നമുക്കൊരു സദ്യയൊക്കെ തരുന്നത്. ഞാൻ പറഞ്ഞു, ബാ ഇപ്പൊ വാങ്ങിച്ചു തരാം, അപ്പുറത്തുണ്ട് സദ്യ കൊടുക്കാനുള്ള വക എനിക്ക് എന്തായാലും ഉണ്ട്, ബാ വാങ്ങിച്ചു തരാന്ന് പറയും. അവർ തറുതല പറയാനല്ല പറഞ്ഞത്. ഇപ്പൊ ഒന്നും തോന്നില്ല, പിന്നീടാ തോന്നുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. നമ്മൾ ലൈഫിൽ റിജക്ഷൻസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു മൊമെന്റിൽ എല്ലാ റിജക്ഷൻസ് ആയിട്ട് ഒരു അപ്രീസിയേഷൻ കിട്ടിയപ്പോൾ അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അതിനെ ഒന്ന് ഉൾക്കൊള്ളാൻ സമയമെടുത്ത് നിന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഇന്ന് ഒരു 10 ലക്ഷം വ്യൂവേഴ്സ് ഉള്ള അല്ലെങ്കിൽ ആ ബിസിനസ് ഒക്കെ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്ന ഒരാളായിട്ട് മാറിയെന്ന് പറഞ്ഞാൽ ആ ഒരു ജേണി വളരെ വലുത് തന്നെയാണ്. അപ്പം എൻ്റെ കൂടെയുള്ളത് ശ്രുതി രജനികാന്താണ്. നമസ്കാരം. നമസ്കാരം. നമ്മള് കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒപ്പം ഓണാണ്. ഞാൻ ഹാപ്പി ഓണം. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഈ വർഷം ഓണം ആദ്യം ഓണമാണ് എന്നുള്ള സാധനം എൻ്റെ ഉള്ളിലേക്ക് വന്നത് ശ്രുതിയുടെ ഒരു ഇവന്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. ശരിക്കും ആ ടൈമിൽ ഞങ്ങളെ എങ്ങനെയാണ് ഓണമാണെന്ന് അറിയിക്കാൻ തോന്നിയത്? എന്തായിരുന്നു സംഭവം? അത് നമ്മൾ കുറേ മന്തായിട്ടുള്ള പ്ലാനിങ് ആണ്. ഇറ്റ് ഇസ് ലൈക്ക് ഒരു 7 months പ്ലാനിങ് ആണ്. ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നപ്പോൾ തൊട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ഇവന്റ് ആണ്. അത് പെട്ടെന്ന് ഉണ്ടായ കാരണം ഇറ്റ്സ് നോട്ട് അബൌട്ട് ആൻ ഇവന്റ്. നമ്മൾ എന്റെ ബ്രാൻഡായ പെർഫ്യൂം പ്രൊജക്ടിന്റെ നമ്മൾ സെൻസ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സീരീസ് ലോഞ്ച് ചെയ്യണം എന്നുള്ള പ്ലാൻ ആയിരുന്നു ഫസ്റ്റ് വന്നിരുന്നത്. ആൻഡ് സെൻസ് ഓഫ് കേരള എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഫ്രാഗ്രൻസുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ ബെസ്റ്റ് ടൈം ഓണമാണ്, നമ്മളുടെ ദേശീയോത്സവമായിട്ടാണല്ലോ. അപ്പൊ എന്നാ പിന്നെ നമുക്ക് ഓണത്തിന് തന്നെ പിച്ച് ചെയ്യാം എന്നുള്ളൊരു പ്ലാനായി. പിന്നെ എല്ലാവർക്കും അറിയാം, ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നമുക്ക് ബിസിനസിന്റെ നടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബഫർ ഇട്ട് വേണം സെലിബ്രേഷൻ ചെയ്യാൻ. അപ്പം ഞാൻ റാൻഡംലി സെലക്ട് ചെയ്തൊരു ഡേ ആണ് 15th നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മുടെ ക്യാമ്പയിന്റെ പേര് അടിച്ചോണം പൊളിച്ചോണം എന്നായിരുന്നു. അപ്പം ഇറ്റ് ഈസ് ലൈക്ക് അത് നമ്മൾ കഴിഞ്ഞ വർഷം അത് തന്നെയായിരുന്നു, അടിച്ചോണം പൊളിച്ചോണം എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മളൊരു ഇവന്റ് നടത്തിയില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ പെർഫ്യൂം പ്രൊജക്ടിന്റെ ആദ്യത്തെ ഓണമാണ്. അപ്പം ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. നമ്മൾ ലോഞ്ച് ചെയ്യാൻ താമസിച്ചു, ഞാൻ റിസർച്ച് ചെയ്ത് കൊണ്ടുവരാൻ താമസിച്ചു. ചെമ്പകവല്ലിയൊക്കെ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്തതാ. പക്ഷെ ഭയങ്കര ലേറ്റ് ആയി ഇൻ ദ സെൻസ് സമയമുണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ഓണം ആകാൻ ഈ സമയമുണ്ടല്ലോ എന്നും പറഞ്ഞു നിന്നു. അപ്പൊ നമ്മൾ നമ്മുടെ മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കണം എന്ന് പറയുമല്ലോ. അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ ശരിക്കും ഒരു ബേബി ആയിരുന്നു, ക്രോളിംഗ് ബേബി ആയിരുന്നു. അപ്പൊ എനിക്ക് അറിയത്തില്ല, ഞാനപ്പൊ നേരത്തെയൊക്കെ തുടങ്ങിയാലാണ് ഇത് നമുക്ക് എത്തിക്കാൻ പറ്റുക എന്നൊന്നും അറിയില്ല. ചെമ്പകവല്ലിയൊക്കെ ഇന്നും ബെസ്റ്റ് സെല്ലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ ക്യൂറേറ്റ് ചെയ്തു. എന്നിട്ട് ദുബായിൽ പോയി, ദുബായിൽ നിന്ന് തിരിച്ചു വന്നു. എനിക്ക് തോന്നുന്നു ഞാനൊരു റിസോർട്ട് എന്തോ റെന്റ് ഔട്ട് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് അവിടെ നിന്നിട്ട് ഓണം അറ്റയറില് ഞങ്ങളുടെ ഓണാഘോഷം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്തു, ഓണം ലോഞ്ച് എന്ന് പറഞ്ഞ അതായിരുന്നു. അപ്പം അതിനൊരു ടാഗ് ലൈൻ ആയിട്ട് ചുമ്മാ പറഞ്ഞ് അടിച്ചോണം പൊളിച്ചോ. നമ്മുടെ മാർക്കറ്റിംഗിൽ പിള്ളേർ പറഞ്ഞപ്പോ അതങ്ങനെ പറഞ്ഞു. അത് നമ്മളങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞില്ല. അപ്പൊ ഇത്തവണ ഇങ്ങനെ ഒരു ഡിസ്കഷൻ വന്നപ്പോ ഞാൻ പറഞ്ഞു അത് തന്നെ മതി. അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു ആ ഒരു ക്യാപ്ഷൻ. അപ്പം അങ്ങനെ മതി എന്നുള്ളതായിരുന്നു പിന്നെ ഒരു നെക്സ്റ്റ് ഡിസിഷൻ. അത് കഴിഞ്ഞ് ഇവന്റ് നടത്തുമ്പം എനിക്ക് അതിനൊരു എലഗൻസ് വേണം, ഒരുപാട് ക്രൗഡഡ് ആവരുത്, ആ ഒരു ഫ്രാഗ്രൻസ് എക്സ്പീരിയൻസ് കൊടുക്കണം. എനിക്ക് കുറെ പേര് DM-ല് വന്നതാ, പബ്ലിക്കലി ആക്കാൻ പാടില്ലായിരുന്നു, നമുക്കും വന്ന് കാണാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താ ചെയ്യാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് നമ്മള് കുറെ സെഷൻ ആയിട്ടാ ചെയ്തിരുന്നത്. അതായത് നമ്മൾ ലോഞ്ച് ചെയ്തു, എന്നിട്ട് ഒരു ഫ്രാഗ്രൻസ് എക്സ്പീരിയൻസ് കൊടുത്തിരുന്നു. അതായത് ഓരോ ഫ്രാഗ്രൻസ് എങ്ങനെയാണ് സ്മെല് ചെയ്യേണ്ടത്, അതിന്റെ ഒരു റൂട്ടീൻ, ഒരു റിച്വൽ പോലെ നമ്മൾ ചെയ്തിരുന്നു. അപ്പം
അതെനിക്കിപ്പോ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരു സ്പെസിഫിക് ക്രൗഡ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ക്ലോസ്ഡ് സർക്കിളിൽ മാത്രമേ നടക്കുള്ളൂ. നമുക്കൊരു വൈഡ് ഓഡിയൻസിലേക്ക് പറ്റില്ല. പറ്റില്ല. പിന്നെ നമ്മളത് മാർക്കറ്റിംഗ് പർപ്പസ് ആയിരുന്നു ആ ഒരു ഇവന്റ് എന്ന് പറയുന്നത്. വന്നവരെല്ലാം ഓൾമോസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, പിന്നെ അടുത്ത ഫാമിലി, അത്രയും പേര് മാത്രമേ. അത് എൻ്റെ ഫാമിലി ആയിരുന്നു അധികവും ഉണ്ടായിരുന്നത്, വേറെ ആരും അങ്ങനെ ഫ്രണ്ട്സ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പം അത്ര മാത്രമുള്ള ഒരു ചെറിയ ഇവന്റ് ആയിട്ടാണ് നടന്നത്. അതില് നാദിരയൊക്കെ എൻ്റെ അടുക്കല് കുറെ ചീത്ത പറഞ്ഞു തന്നെ. എന്ന് വെച്ചാൽ ഞാൻ ഇവരെല്ലാം, നാദിരയും ആര്യ ചേച്ചി ഇവരെല്ലാരും വന്നത് എൻ്റെ പേഴ്സണൽ കണക്ഷൻ, ജസ്റ്റ് ഞാൻ ഇൻവൈറ്റ് ചെയ്തത് കൊണ്ട് എന്നോടുള്ള ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് വന്നതാണ്. അപ്പൊ ഞാൻ ഇവരെല്ലാം ഇൻവൈറ്റ് ചെയ്തത് ബിക്കോസ് ഇറ്റ് ഇസ് മൈ ഫസ്റ്റ് ഇവന്റ്. അപ്പം ഈ ഒരു ഇവന്റ് നടത്തുമ്പം എന്നെ സംബന്ധിച്ച് അത് ചെറിയ ഇവന്റ് ആണ്. ഞാൻ അതൊരു ചെറിയ ഇവന്റ് ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു സർക്കിൾ അങ്ങനെ വെച്ചിട്ട് നടത്തിയ ഒരു ഇവന്റ് ആണ്. അപ്പൊ ഞാൻ ഇവരെ വിളിച്ചത് തന്നെ, ചെറിയൊരു ഇവന്റ് ഉണ്ട്, നമ്മളൊരു ലോഞ്ച് ചെയ്യുന്നുണ്ട്, ചെറിയ പരിപാടിയാണ്, വരണം, സദ്യ ഒക്കെ ഉണ്ണണം, എന്നിട്ട് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ 26 ഫ്രാഗ്രൻസ് നമ്മൾ ഇതുവരെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ 26 എണ്ണം അന്ന് അവിടെ ഡിസ്പ്ലേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ട്രൈ ചെയ്യാം. അപ്പം മോസ്റ്റ്ലി നാദ്രയുടെ ഫുൾ ഫാമിലി എന്റെ ഫ്രാഗ്രൻസ് ആ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവര് കണ്ടിന്യൂസ് പർച്ചേസ് ചെയ്യുന്നവരാണ്, ഇവരല്ല, ശില്പ ചേച്ചി കണ്ടിന്യൂസ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം അത് കാരണം ഇവർക്ക് പിന്നെ അന്ന് വരാൻ പറ്റാന്നാണ്. ഗായത്രി ചേച്ചിയൊക്കെ നമ്മുടെ സ്ഥിരം കസ്റ്റമർ. ഗായത്രി ചേച്ചിക്ക് അന്ന് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിപ്പോയി. അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ബട്ട് സ്റ്റിൽ ഒരു ഓണം ഇവന്റ് പോലെ ഉണ്ട്, ഓണം അറ്റയർ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അവർ ഒരുങ്ങി വന്നു. വന്നിട്ട് പരിപാടി കണ്ടപ്പോ എന്നെ പൂര ചീത്ത, ഇതാണോ നീ ചെറിയ ഇവന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുങ്ങി വന്നില്ലായിരുന്നു എന്ത് ചെയ്തേലെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ടു മീ ഇറ്റ് ഇസ് എ സ്മോൾ ഇവന്റ്. നമ്മളൊരു 100 പേര് 108 പേരുണ്ടായിരുന്ന ഒരു ചെറിയ ഇവന്റ് ആയിരുന്നു. ഒപ്പം തന്നെ ഒരു കുഞ്ഞു വിശേഷം കൂടെ ഉണ്ട്, എക്സ്ക്ലൂസീവ്ലി ഇവിടെയാ പറയുന്നതെന്ന് തോന്നുന്നു. ഒരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്. ഞാനല്ലാട്ടോ, തെറ്റിദ്ധരിക്കരുത്, അത് എന്റെ അച്ഛൻ എടുത്ത വണ്ടിയാണ്. ഫാമിലിയിലേക്ക് ഒരു ന്യൂ മെമ്പർ. അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം ഇന്ന് 1-ാം തീയതിയാണ്. ഇന്ന് ഇപ്പൊ ഞാൻ എടുത്തിട്ട് വന്നതേ ഉള്ളൂ, ജസ്റ്റ് എടുത്തിട്ട് വന്നതേ ഉള്ളൂ. അപ്പം 1-ാം തീയതി ആയിട്ട് നമുക്കൊരു പുതിയ വണ്ടി എടുക്കാൻ പറ്റാന്നുള്ളത്. പിന്നെ EV ആണ്, ഇലക്ട്രിക് യൂസ് ചെയ്യാം കുറച്ചും കൂടെ. ഞങ്ങളുടെ വീട്ടിൽ ഓൾറെഡി സോളാർ ആണ്. അപ്പൊ ഇലക്ട്രിക് ആകുമ്പോ നമുക്ക് അറിയാലോ കൂടുതലും ട്രാവലാണ്. അപ്പം പകുതി എക്സ്പെൻസ് പോകുന്നത് ഇന്ധനം നിറച്ചിട്ടാണ്. അപ്പൊ അതില് ഒരു ബെസ്റ്റ് ഓപ്ഷൻ EVയിലേക്ക് മാറാം. പിന്നെ അച്ഛൻ കുറെ ആയി EV എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉണ്ട് 2 അപ്പം അച്ഛന്റെ വർക്കിന് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചതെങ്കിൽ കൂടെയും ഞാനും ഓടിക്കും. അച്ഛന്റെ എന്ന് പറഞ്ഞാൽ എന്റെ അല്ലടാ. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. ടിയാഗോ ആണ് വാങ്ങിച്ചത്. ക്യൂട്ട്, നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാ ശരിക്കും ഈ വണ്ടി, ഞാൻ വെളിയിലായിരുന്നല്ലോ, അപ്പൊ അത് കാരണം ഇതങ്ങനെ ലോഞ്ച് കണ്ടിട്ടില്ല. ഓണമാണ്, നമ്മൾ ഓണത്തിനെ പറ്റി പറയാതെ പോകുന്നത് ശരിയല്ല. ശരിക്കും ഓർമ്മയിലുള്ള ഒരു ഓണം എങ്ങനെയാണ്? ഇപ്പൊ ഈ ന്യൂജൻ ഓണങ്ങളാണ് പൊതുവെ ഉള്ളത്, എങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരു പഴയ ഓർമ്മയുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ കൂടുതലും ഫാമിലി, അതിപ്പോഴും എനിക്ക് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഓണം ഓർമ്മയിലുള്ള ഓണത്തിലെ ഒരു വെറൈറ്റി ഓണം പറയാം. കാരണം ബാക്കിയെല്ലാം ഒരേപോലെ തന്നെ ഉള്ളത്. കാരണം കഴിഞ്ഞ വർഷത്തെ ഒരു ഓണം മാത്രമാണ് ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ അല്ലാതെ സെലിബ്രേറ്റ് ചെയ്തത്. അത് ഞാൻ ദുബായിലായിരുന്നു. അതാണ് ഞാൻ ആദ്യമായിട്ട് ഓണം ആഘോഷിക്കുന്നത്. കാരണം നമ്മൾ മറ്റേതെന്ന് പറഞ്ഞാൽ വീട്ടിലെല്ലാരും ഉണ്ട്, ഒരു പുതിയ ഡ്രസ്സ് ഉണ്ടാവും, അന്ന് രാവിലെ ഡ്രസ്സ് ഇടും, അമ്പലത്തിൽ തൊഴും, സദ്യ കഴിക്കും, എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് പരദൂഷണം പറയും, അതിൽ തീർന്നു നമ്മുടെ ഓണം. പക്ഷെ ദുബായിൽ പോയി കഴിഞ്ഞപ്പോ ഡിസംബർ വരെ ഓണമായിരുന്നു. കഴിഞ്ഞ വർഷം എനിക്കറിയില്ല, ഞാൻ നമ്പർ ഓഫ് സദ്യ ഉണ്ടിട്ടുണ്ട്. ശരിക്കും പ്രവാസികളാണ് ഓണം ആഘോഷിക്കുന്നത്, നമ്മളല്ല ഓണം ആഘോഷിക്കുന്നത്. എപ്പോഴും പറയാറുണ്ടല്ലോ, ദാറ്റ് ഇസ് വെരി ട്രൂ. ഞാന് റേഡിയോയിൽ ഓണം ആഘോഷിച്ചു, അത് കഴിഞ്ഞ് അവിടെ ആഘോഷിച്ചു, ഇവിടെ ആഘോഷിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വിളിക്കുന്നു, ഏതെങ്കിലും തുണിയുണ്ടോ, ഏതെങ്കിലും ചുറ്റിക്കൊണ്ടോ, ഇന്ന് അവിടെ ഓണാഘോഷമാണ്. ഞാൻ പറഞ്ഞു ഇത് തീരുന്നില്ലേ ഇത്. പിന്നെ കൺഫ്യൂഷൻ ആയി തുടങ്ങി, എന്ത് ഡ്രസ്സ് ഇടും, ഇത് ഓരോന്നിനും പോവണ്ടേ. പക്ഷെ അവരാണ് ഗ്രാൻഡ് ആയിട്ട് ഓണം ആഘോഷിക്കുന്നത്. നമുക്ക് കേരളത്തിലല്ലാന്ന് തോന്നില്ല. ലൈഫിൽ ഇങ്ങനെ ഓരോ സമയം അച്ചീവ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മൾ തിരിഞ്ഞു നോക്കണം, അല്ലെങ്കിൽ വന്ന വഴി മറക്കരുത് എന്ന് പറയുന്നുണ്ട്. ശരിക്കും ആദ്യത്തെ ഒരു സ്ക്രീനിങ് എക്സ്പീരിയൻസ് തൊട്ട് ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ എന്താ മനസ്സിൽ ഇപ്പോഴത്തെ ഈ സക്സസ്ഫുൾ ജേർണിയിൽ എന്താ തോന്നുന്നത്? എനിക്കറിയില്ല. ഞാൻ ഇന്നലെ മിനിങ്ങാന്ന് എങ്ങാണ്ടോ എൻ്റെ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഞാൻ വീട്ടിലുണ്ടായിരുന്നപ്പം ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ലൈഫിൽ ഇങ്ങനെ റൺ ചെയ്തോണ്ടേ ഇരിക്കുകയാണല്ലോ, അപ്പൊ നമ്മൾ മറന്നു പോകും കുറെയൊക്കെ. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, ഞാൻ അടുത്തടുത്തത് എന്താണെന്നേ നോക്കുള്ളൂ. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പൊ അതിനെ ഞാൻ ഹോൾഡ് ഡൗൺ ചെയ്തോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം
നമ്മൾ വെച്ചിരിക്കുന്ന എയിമിലേക്ക് എത്തുന്നത് വരെ ഓടി എത്തിയല്ലേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഐ വാസ് ഗെറ്റിംഗ് ഓൾ മൈ തീസീസ്, എന്റെ കോളേജിൽ ഉണ്ടായിരുന്ന തീസീസ്, അസൈൻമെന്റ്സ് വെച്ചത്, ഇതെല്ലാം കിട്ടി. അപ്പൊ ഞാനിങ്ങനെ ഓരോന്ന് ഇതാവോ. പിന്നെ ഈ ഐഡന്റിറ്റി കാർഡ് ഉണ്ടല്ലോ, അത് LKG തൊട്ടുള്ളത് എന്റെ കയ്യിലുണ്ട്. സൂക്ഷിച്ചു വെക്കുന്ന ശീലം വളരെ വലുതാണ് എനിക്ക് ഒരു പൊട്ട് തന്നാ കൂടി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ചക്കപ്പഴം തുടങ്ങിയപ്പം അതെല്ലാം അടുക്കിയപ്പോ ഞാൻ തുടച്ച് വീണ്ടും വെച്ചു. തന്ന കുറെ പേര് ഇങ്ങനെ നമ്മളോട് ഇഷ്ടത്തിന്റെ പേരിൽ കുറെ ഗിഫ്റ്റ് കൊണ്ട് തരും. എല്ലാം എന്റെ ഫോട്ടോ തന്നെ ഫ്രെയിം ചെയ്തതും അതും ഇതൊക്കെയാണ്. പിന്നെ അവര് കീ ചെയിൻ ഒക്കെ ആക്കി കൊണ്ടുവന്ന് അതെല്ലാം ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അതിങ്ങനെ ഞാൻ തുടച്ച് ഓരോ പ്രാവശ്യം ഇത് ക്ലീൻ ചെയ്ത് അകത്തായിരിക്കും, പക്ഷെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എടുത്തപ്പം ഡെക്കാൻ ക്രോണിക്കൽ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ ഉണ്ടാവും. അതിനകത്ത് കേരള ക്രോണിക്കൽ എന്ന് പറഞ്ഞ അവർക്ക് എന്റർടൈൻമെന്റ് സപ്ലിമെന്റ് ഉണ്ട്. അത് സൺഡേസിലാണ് വരുന്നത്. ഞാൻ ഡെക്കാൻ ക്രോണിക്കലിൽ വർക്ക് ചെയ്തതാണ് ജേർണലിസ്റ്റ് ആയിട്ട്. അപ്പം ഞാൻ എഴുതിയ എഡിറ്റോറിയലും ഫീച്ചേഴ്സും ഒക്കെ ഉള്ള. അപ്പൊ ഞാൻ ഇത് മറന്നേ പോയി എന്നുള്ളതാണ്. 2019 മറന്നേ പോയി എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുക, ഇതെന്തിനാ ഈ കെട്ടുകണക്കിന് പേപ്പർ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് എടുത്തപ്പോഴത്തെ കേരള ക്രോണിക്കൽ നല്ല പരിചയമുണ്ടല്ലോ. അത് കഴിഞ്ഞ് തിരിച്ചപ്പോ ഐ വാസ് ലൈക്ക്, ഞാൻ എന്റെ ഓരോന്ന് അച്ചീവ് ചെയ്ത് പോകുന്ന റണ്ണില് ഇതൊക്കെ എനിക്ക് അന്ന് ഭയങ്കര വലുതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് നമ്മള് നെക്സ്റ്റ്, ഇപ്പം ഞാൻ അന്ന് മീഡിയ വേണം എന്ന് പറഞ്ഞത് എനിക്കൊരു ആക്ട്രസ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിന് എനിക്ക് ഏതൊക്കെ വഴി സ്വീകരിക്കാമോ, കാരണം എന്റെ വീട്ടിൽ ആർക്കും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പം നമ്മൾ സ്ട്രഗിൾ ചെയ്ത് അവരുടെ ഇതില് ഞാനിവിടെ ഉണ്ട് എന്ന് എത്തിക്കാന്നല്ലാതെ ഓപ്ഷൻ ഇല്ല. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്തു. ഞാൻ പഠിച്ചത് അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ഇത് കണ്ടപ്പം ഐ ഫെൽറ്റ്, ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ഞാൻ 2ാം ക്ലാസ്സിൽ അഭിനയിക്കാൻ തുടങ്ങിയതാണ്. 2ാം ക്ലാസ്സിൽ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്തു തുടങ്ങിയതാണ്. എവിടെയാണ്? നമ്മള് സൂര്യയിലും ഏഷ്യാനെറ്റിലും സീരിയൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്. 8 സുന്ദരികളും ഞാനും കേട്ടിട്ടുണ്ട്. 8 സുന്ദരികളും ഞാൻ അതിനകത്ത് മണിയമ്പിള്ള രാജുവിന്റെ അനന്തരവളായിട്ടായിരുന്നു. തെസ്നി ഖാന്റെ മോളായിട്ട് ആയിരുന്നു ചെയ്തത്. ആദ്യം ചെയ്തത് മാനസപുത്രി എന്ന് പറയുന്ന സീരിയലാണ്. അതിനകത്ത് ആൺകുട്ടിയത് അല്ല, അതിന് മുന്നേ സംഗീത മോഹനും ശരത്തും ഒക്കെ ഉണ്ടായിരുന്നത്. അതിനകത്ത് സംഗീത മോഹന്റെ മോനായിട്ടാണ് വരുന്നത്. മോനായിട്ട് അതായത് മോനായിട്ട് വരുന്നത്. അതാ, അല്ലല്ല ആൺകുട്ടിയായിട്ട് തന്നെ അവര് കാണിക്കണേ. ആ സമയത്ത് എന്റെ ഒരു ചിറ്റപ്പനുണ്ട്. പുള്ളി എന്തോ ആരോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. പുള്ളിക്ക് ഇങ്ങനത്തെ കുറച്ച് ഇതാ. അപ്പൊ അങ്ങനെ സിറ്റ്കോം പോലെ, അന്ന് സിറ്റ്കോം ഒന്നും അത്ര ഇതല്ല, ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരു സീരീസ് ഇറങ്ങി. അപ്പൊ ഈ ഉണ്ണിക്കുട്ടന്റെ ചേച്ചിയായിട്ട് അഭിനയിക്കാൻ എന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ അവിടെ ചേച്ചിയായിട്ട് അഭിനയിക്കാൻ ഞാൻ, എനിക്കിതൊക്കെ പണ്ട് എന്തോ ചെയ്യാൻ പറയുന്നു, നമ്മൾ ചെയ്യുന്നു. ഞാൻ പണ്ട് ഡാൻസ് ഒക്കെ കളിച്ചിങ്ങനെ കണ്ണൊക്കെ കാണിച്ച ആ സെറ്റപ്പ് ഞാൻ അവിടെ എന്ന് വെച്ചാൽ എന്റെ അമ്മ നല്ല ചീത്ത പറയുന്നതാ. അപ്പൊ അവരാര് ചീത്ത പറഞ്ഞ ഇതിലും വരുന്നത് നമ്മളെ വീട്ടിൽ കേട്ടതാ. ആ സെറ്റപ്പാ. അപ്പൊ ഈ ഉണ്ണിക്കുട്ടനായിട്ട് അഭിനയിക്കാൻ വന്ന പയ്യൻ കരയാൻ തുടങ്ങി. ഇവൻ മറ്റേ അഭിനയിക്കാൻ ചീത്ത പറയും ഡാ എന്ന് വിളിക്കുമ്പോഴത്തേക്കും ഇവൻ അങ്ങ് അപ്പം ഷൂട്ട് നടക്കുന്നില്ല. അപ്പം ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടാലോ, അങ്ങനെ ഇടാൻ ഓപ്ഷൻ ഇല്ല. കീപാഡ് ഫോൺ എല്ലാവരുടെ കയ്യിലും ഉള്ളത്. അപ്പം അങ്ങനെ ആളെ കിട്ടത്തില്ല. ഞാനല്ലേ അവിടെ ഇരിക്കുന്നത്. അപ്പൊ അച്ഛനോട് ചോദിച്ചു, മോളെ ആൺകുട്ടിയായിട്ട് അഭിനയിപ്പിക്കാവോ, മുടിയൊക്കെ വെട്ടണം. അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല വെട്ടിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അമ്മയെ കൊണ്ടാണ് വെട്ടിച്ചത്. മുടി വെട്ടി അങ്ങനെ ആൺകുട്ടിയായിട്ട് അതിനകത്ത് അഭിനയിച്ചു. അപ്പൊ അഗസ്റ്റിൻ അങ്കിളില്ലേ, അഗസ്റ്റിൻ അങ്കിളാണ് അത് കണ്ടിട്ട് ഇങ്ങനെ സൂര്യ ടിവിയില് ആൺകൊച്ചിനെ വേണം എന്ന് പറഞ്ഞു. കിട്ടാത്തതുകൊണ്ട് അവര് സീരിയല് നിർത്താൻ പോവുക, കുട്ടീനെ കിട്ടാത്തതുകൊണ്ടെന്ന് പറഞ്ഞു. അച്ഛന് അത്രയും സന്തോഷം. അച്ഛൻ പറഞ്ഞ അവള് ചെയ്യും എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അതിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 8 സുന്ദരികളും ഞാനും ചെയ്തു. അത് കഴിഞ്ഞ് കൽക്കട്ട ഹോസ്പിറ്റലിൽ ചെയ്തു. സുന്ദരി ചെയ്തു. നാനയിലാണോ മനോരമയിലാണോ എന്നറിയില്ല, കാരണം അതിന്റെ പേജ് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ കയ്യിൽ. അതിൽ വന്ന ആർട്ടിക്കിൾ ഉണ്ട്, എന്താ മാനസപുത്രിയിലെ കണ്ണൻ ആണല്ല പെണ്ണാണെന്നും പറഞ്ഞു. ആ കണ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് എനിക്ക് ഭയങ്കര റെക്കഗ്നൈസേഷൻ തരുന്നത്. ഇതിനകത്ത് കോൺട്രഡിക്ടറി ഫാക്ടർ എന്താന്ന് വെച്ചാൽ, അതിനകത്ത് ഞാൻ ആദ്യമായിട്ട് ഒരു റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ചെയ്തത് കണ്ണൻ എന്ന് പറഞ്ഞ ആൺകുട്ടിയായിട്ടാണ്. ഞാൻ പിന്നെ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ചക്കപ്പഴത്തിൽ പൈങ്കിളി എന്ന് പറയുന്ന ക്യാരക്ടറാ. ഇതിനകത്ത് എന്റെ മോന്റെ പേര് കണ്ണെന്നായിരുന്നു. അങ്ങനെ ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര നമുക്ക് പിന്നീട് ഇരുന്ന് ആലോചിക്കുമ്പോ എന്തൊക്കെ ചെയ്തിട്ടാ ദൈവമേ വന്നത് എന്നുള്ളത് തോന്നും. അങ്ങനെ ഇറ്റ് വാസ് എ ലോങ് ജേർണി. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് കോമഡി ചെയ്യുമായിരുന്നല്ലോ. പിന്നെ ഒരെണ്ണം മാത്രമേ സീരിയസ് ചെയ്തിട്ടുള്ളൂ, ബാക്കി എല്ലാം കോമഡിയാ ചെയ്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ചായ്വ് നേരത്തെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ +2 കഴിഞ്ഞ് തൊട്ട് പിന്നെ ഒരു 7 വർഷം അങ്ങോട്ട് ഓഡീഷൻ കാലഘട്ടമായിരുന്നു. എല്ലാ ഓഡീഷനുകളും പോയി കൊടുക്കാൻ. ഇറ്റ് വാസ് വെരി ബാഡ്.
ഞാൻ ഇത് വേണ്ടാന്ന് പറഞ്ഞ് ഗീവപ്പ് ചെയ്ത് ഞാൻ പ്രൊഫസർ ആകാം എന്നുള്ളതായിരുന്നു. അങ്ങനെ പഠിത്തത്തില് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴാണ് ഇൻസ്റ്റയിൽ ഇങ്ങോട്ടേക്ക് മെസ്സേജ് വന്ന ചക്കപ്പഴം വരുന്നത്. സാധാരണ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഇപ്പൊ കണ്ടുവരുന്നത് എല്ലാവർക്കും സാരി, ഓർണമെന്റ്സ് അങ്ങനെ ഒരു സാധനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തത വേണമെങ്കിലും പെർഫ്യൂം എന്നൊരു സാധനം ചൂസ് ചെയ്യാൻ എന്താ കാരണം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്മെൽസ്. ഞാൻ പെർഫ്യൂംസ് കുറേ കളക്ട് ചെയ്യുന്ന ഒരാളാണ്. അതിപ്പോൾ ലോക്കൽ കടയിലുള്ള അത്തറ് തൊട്ട് ഹൈ എൻഡ് ആയിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ കാരോലിന ഹെറാറ ആയിരുന്നു അതിന് മുന്നേ എനിക്ക് ഹൈ എൻഡ് ആയിട്ട് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ബാക്കിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ എന്റെ കയ്യിൽ കുറച്ച് പൈസ വന്നു കഴിഞ്ഞാൽ അതിന് ആദ്യം പെർഫ്യൂം വാങ്ങിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബിസിനസ് ഐഡിയ ആയിട്ടൊന്നും തുടങ്ങിയതൊന്നും അല്ല. ഞാൻ കുറച്ച് റെസ്റ്റ്ലെസ് ആണ്. എനിക്കിങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഏറെക്കുറെ അപ്പം എനിക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെരുവെരുക്കാൻ തുടങ്ങും. അപ്പം ഈ ചക്കപ്പഴം കണ്ടിന്യൂസ് ആയി കഴിഞ്ഞപ്പോ ഇറ്റ് വാസ് 5 years. അപ്പം എനിക്ക് തന്നെ ഞാനൊരു റോബോട്ടിക് ആയിട്ട് പോകുന്ന പോലെ തോന്നി. ചെല്ലുന്നു, സ്ക്രിപ്റ്റ് ഇതാകുന്നു, അഭിനയിക്കുന്നു. അവിടെ ഒരു എന്തൂസിയാസം നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി. ഒരേ ക്യാരക്ടർ അല്ലേ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതിനകത്താണെങ്കിൽ കുറെ ഫ്രീ ടൈം ഉണ്ട്. ഇപ്പം എന്റെ സീൻ ഇല്ലാത്ത അത്രയും സമയം നമുക്ക് ഫ്രീയാ. അപ്പൊ കുറെ കിടന്ന് ഉറങ്ങും അങ്ങനെ ഇങ്ങനെ. അപ്പൊ എനിക്ക് തന്നെ തോന്നി വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഉറങ്ങുന്നു. എനിക്ക് അങ്ങനെ പോലും വേസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ കോഴ്സ് തപ്പി അങ്ങനെ ഒരെണ്ണം ആരോമ തെറാപ്പി പെർഫ്യൂമോളജി കണ്ടപ്പോ ഞാൻ ചുമ്മാ പഠിച്ചതാ. അത് പിന്നെ അതങ്ങ് ഭയങ്കര ഹരായി. ഇപ്പം ഈ സിനിമയെ പറ്റി പറഞ്ഞു, അതിന്റെ ഓഡിഷൻസിനെ ഒക്കെ പറ്റി പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടാണ്. സിനിമയ്ക്ക് പുറമെ നടക്കുന്ന ഓഡിഷന്റെയും കാസ്റ്റിംഗ് കോൾ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. ഒരിക്കലും ഇങ്ങനെ തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു അബ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സാധാരണ അബ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഓപ്പൺലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ഫേസ് ചെയ്യുന്നത് റിജക്ഷൻ തന്നെ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അതിനുശേഷം നമ്മൾ അറിയുന്നില്ലല്ലോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത്തെ കാര്യം എനിക്ക് കുറച്ച് പ്രതികരണ ശേഷി കൂടിയ ക്യാരക്ടറാണ്. അത് ഓൾമോസ്റ്റ് ഇപ്പൊ ഇത്രയും നാളുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ അടുത്തെങ്ങാണ്ടോ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചു. അവര് വേറൊരാളുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ചതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു യെസ് പറയൂ. അപ്പം വി ആർ ഹാപ്പി, നമുക്കൊരു പടവായിട്ടാണ് അവർ വരുന്നത്, പടത്തിന്റെ കാര്യത്തിന് പറയുകയാണ്. അപ്പൊ ഞാൻ ശ്രുതി കുറച്ച് പ്രശ്നക്കാരിയാണെന്നാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആര് പറഞ്ഞത്? അപ്പൊ പറഞ്ഞു അല്ല നമ്മളിങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഗ്യാങ്ങിൽ ഇങ്ങനെ സംസാരിക്കുമല്ലോ. അപ്പം സംസാരിച്ചപ്പോ ശ്രുതി കുറച്ച് പ്രശ്നക്കാരിയാണെന്നാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ അറിവില് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളിടത്ത് ചോദിക്കും, അപ്പം അറിയില്ലായിരിക്കും. പിന്നെ ഞാൻ പ്രശ്നക്കാരിയാണെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരുടെ കയ്യിലിരിപ്പും കൂടെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇങ്ങനത്തെ മറുപടികളായിരിക്കും ചിലപ്പോ പ്രശ്നക്കാരി ആക്കുന്നത്. ഞാൻ പറഞ്ഞു അതായിരിക്കാം. ഞാൻ എന്റെ നിലപാടുകൾ വളരെ വ്യക്തമായി എവിടെയാണെങ്കിലും ആരോടാണെങ്കിലും പറയുന്നതാണ്. അപ്പം അതുകൊണ്ട് ചിലപ്പോ ആയിരിക്കാം. ഇപ്പം ചില സമയം ആ കോള് വരെ ഞാൻ വിചാരിച്ചു ഓക്കെ ദർ ഇസ് എ ലക്ക്. ഇപ്പം ഞാൻ അതുവരെ വിചാരിച്ചിരുന്നത് നമ്മളുടെ ഫേസ് ആർക്കും ഓർക്കുന്നില്ല, നമ്മളെ ഈ ഇൻഡസ്ട്രിയിലുള്ള ആർക്കും അറിയില്ലല്ലോ, അതുകൊണ്ടാണ് നമുക്ക് അവസരങ്ങൾ കിട്ടാത്തത്. അവർക്ക് അറിയാവുന്നവരല്ലേ പെട്ടെന്ന് നമുക്ക് ഓർക്കുള്ളൂ ഓക്കെ ഇന്ന ക്യാരക്ടറിന് ആ കുട്ടി സ്യൂട്ട് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അന്ന് ഈ കോള് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആ വർക്കും കിട്ടിയില്ല. ആ വർക്കും അത് ശരിക്കും ഇത് പറയാൻ വേണ്ടി മാത്രമാണോ വിളിച്ചത്? എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ അത് പറയാൻ വേണ്ടി മാത്രം വിളിച്ച പോലെ പിന്നെ അത് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ എനക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഈ പറയുന്നത് പോലെ അങ്ങനെയല്ല. ഇപ്പം ഇതിന്റെ അകത്ത് പല ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇപ്പം എന്റെ ഫേസ് ഫെമിലിയർ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല ഇനി. അപ്പം ഒരു വർക്കിന് വിളിക്കണമെങ്കിൽ അവർക്ക് വിളിക്കാം, ആ ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ നമുക്ക് തരണം എന്നുണ്ടെങ്കിൽ. ഈവൻ ഇൻഡസ്ട്രിയിൽ എനിക്ക് ഒരുപാട് അടുത്തറിയാവുന്നവരുണ്ട്. ഞാൻ ഫസ്റ്റ് ഇതിലൊക്കെ കയറുന്നതിന് മുമ്പേ തൊട്ടേ എനിക്ക് അവസരം തരാമെന്ന വാഗ്ദാനങ്ങൾ തന്നവരും ഇപ്പൊ വളരെ പ്രോമിനന്റ് ഡയറക്ടേഴ്സ് ആയിട്ട് നിൽക്കുന്നവരുണ്ട്. പക്ഷെ അവരെനിക്ക് മെസ്സേജ് അയക്കലുണ്ട്. ഇപ്പം പെർഫ്യൂമിന്റെ തുടങ്ങിയപ്പോഴാണെങ്കിലും അടിപൊളിയാടാ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് അയക്കലുണ്ട്. അപ്പൊ ഇവര് മറന്നുപോയതല്ല. അപ്പോ ഫോർ സം റീസൺ ഇപ്പൊ ഇങ്ങനത്തെ ഒരു റൂമർ പറക്കുന്നുണ്ടാവാം, എനിക്കറിയില്ല. ചിലപ്പം പ്രതികരിക്കുന്നത് കൊണ്ട് അവരെന്തെങ്കിലും ചെയ്താൽ ഞാൻ പ്രതികരിക്കും, നാട്ടുകാരറിയും എന്നുള്ളത് കൊണ്ടാവാം, അറിയില്ല. ഇതുകൊണ്ടായിരിക്കും. ഇപ്പം ഈ പറഞ്ഞ പോലെ പ്രതികരിക്കുന്നത് കൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ സൈലന്റ് ആയിട്ട് അവസരത്തിന് വേണ്ടിയിട്ട് സൈലന്റ് ആയിട്ട് സഹിച്ചിട്ട് 1-2 സിനിമകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരവസരത്തിന് ശേഷം പിന്നെ അവർക്ക് വർക്കില്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളിപ്പോ എങ്ങനെയാ പറയാ, എന്തിനാ
ഇപ്പൊ നമ്മൾ സൈലന്റ് ആയിട്ട് ഇപ്പൊ ഇത് പറയുന്നതെല്ലാം കേട്ട് അല്ലെങ്കിൽ ഇവര് പറയണതെല്ലാം ഇതായി ഭയങ്കരമായിട്ട് നമ്മൾ പ്ലീസ് ചെയ്തൊക്കെ നിന്നിട്ടും 2 പടം ഉള്ളെങ്കിൽ ആ 2 പടം അങ്ങ് ചെയ്യാണ്ടിരുന്നാ പോരെ. അതെ അതപ്പോ അതോടെ കഴിഞ്ഞല്ലോ ആ പരിപാടി. ഇപ്പൊ ഈ പറയുന്ന ഇവരാണെങ്കിൽ കൂടെയും അധികം കാലം ഇങ്ങനെ എപ്പോഴും അങ്ങനെ ഇതാകില്ല. എപ്പോഴെങ്കിലും ഒരു തവണ താഴണമല്ലോ എന്നുള്ളതാണ്. അത് ഇവൻച്വലി ഹാപ്പൻസ്. ഇവർക്കാണെങ്കിലും ഇവൻച്വലി അത് റിയലൈസ് ചെയ്യുന്ന പോയിന്റ്സ് വരും. അല്ലെങ്കിൽ ഇപ്പം പിന്നെ ഒരു വിധത്തില് ലക്കും ഉണ്ട്. നമുക്ക് ആ കറക്റ്റ് നമ്മളെ അവർക്ക് തോന്നണം കാസ്റ്റ് ചെയ്യാൻ വേണ്ടി. നല്ല ടീംസും ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. ഇപ്പം ഇവിടെ നിന്ന് മാത്രമല്ല, ഏത് വർക്ക് നമ്മൾ ചെയ്യാൻ ഇറങ്ങിയാലും അതിലെല്ലാം ഒരു തലവേദന എവിടെങ്കിലും ഉണ്ടാവും. അപ്പം ഈ പറയുന്നത് പോലെ ഞാൻ ഈ ചെയ്യുന്ന കുട്ടികളോടെ പറയുന്നുള്ളൂ, അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അത് നാളെ നമുക്കൊരു ഗിൽട്ട് ഉണ്ടാവും എന്നല്ലാതെ ഒരു ബെനിഫിറ്റും ഇല്ല. ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചിലപ്പോ ഒരു പടം കിട്ടുമായിരിക്കും, 2 പടം തരുമായിരിക്കും. അതിന്റെ അപ്പുറത്ത് നമ്മളെ ഇട്ട് അവരുടെ സർക്കിളിൽ നമ്മുടെ വില പോകുമെന്നല്ലാതെ ഒരു ഗുണവും ഇല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്താൽ നമ്മൾ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. ഇതിപ്പോ നമുക്ക് അർഹതപ്പെട്ടതായിരുന്നോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ഇപ്പൊ ഞാൻ ഇതുവരെ 5 പടം ചെയ്തിട്ടുണ്ട്. ഇത്രയും ചക്കപ്പഴത്തിൽ നിന്നു, ഇത് ചെയ്തു, ഞാനിപ്പോ ഈ വർക്ക് ചെയ്തു, ഞാൻ ബിസിനസ് ചെയ്ത് ഇത്രയും എത്തിച്ചു. ഇതിലൊന്നും എനിക്കൊരു ഗിൽറ്റ് ഫീലിംഗും ഇല്ല. എനിക്ക് നല്ല അഭിമാനത്തിൽ തലവൊക്കെ വെക്കാം. കാരണം ഇത് ഞാൻ കഷ്ടപ്പെട്ട് പറയേണ്ടവരോട് തിരിച്ച് 10 പറഞ്ഞു തന്നെയാണ് ഞാൻ ഇവിടം വരെ വന്നത് എന്നുള്ളത്. അങ്ങനെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. അപ്പൊ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇപ്പൊ എനിക്കൊരു അവാർഡ് തരുമ്പോഴാണെങ്കിലും ഐ നോ ഐ ഡിസേർവ് ദാറ്റ്. കാരണം ഇത്രയും കോമ്പറ്റീഷൻ ഉള്ളിടത്തുനിന്ന് ഇട്ട് സ്ട്രഗിൾ ചെയ്ത് ആണ് നമ്മൾ ഇവിടം വരെ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ലൈഫിൽ വേണം. അല്ലാതെ ഷോ എന്ന് പറഞ്ഞ് നിന്നിട്ടോ ഇത് തരുമ്പം നമുക്കുള്ളിന്റെ ഉള്ളിൽ ഒരു കുത്തലോടെ ഒരു കുറ്റബോധത്തോടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മളത് ചെയ്യുന്നത്? അതെ, അത് ശരി. ഇപ്പൊ ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്ന ആൾക്കാർ പൊതുവെ പറയുന്നത് ഫെമിനിസ്റ്റ് ആണ്, അവള് ഫെമിനിസ്റ്റ് ആണ് എന്നുള്ളൊരു സാധനമുണ്ട്. അങ്ങനെ ഒരു വേർഡിനെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഫെമിനിസത്തില്. പക്ഷെ ഇവര് വിശ്വസിക്കുന്ന ഫെമിനിസത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഫെമിനിസം മീൻസ് ഇക്വാലിറ്റി എന്നുള്ളതാണ്. ഇക്വാലിറ്റി ഇൻ വേജസ്. ഐ ഡെഫിനറ്റ്ലി ബിലീവ് ഇൻ ദാറ്റ്. കാരണം ഇപ്പൊ ഞാനൊരു ബിസിനസ് ചെയ്യുന്നു, ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് എന്റെ ഫ്രാഗ്രൻസിന് 100 രൂപ കുറച്ചേ തരത്തുള്ളൂ. മറ്റവനാണ് ആ കച്ചവടം ചെയ്യുന്നത്, അതുകൊണ്ട് 100 രൂപ കൂട്ടി കൊടുക്കാം എന്ന് പറയുന്നിടത്ത് എനിക്ക് ഈക്വൽ വേജസ് വേണം. അതാണ് ഫെമിനിസം. അല്ലാതെ ഞാൻ ഫെമിനിസ്റ്റിനെ പറ്റി മാത്രമല്ല പറയുന്നത്. എന്റെ അടുത്ത സുഹൃത്തുണ്ട് വൈഷു എന്ന് പറഞ്ഞിട്ട്. അവനിപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 10-12 വർഷത്തിന് മേളിലായി സിനിമയിൽ കയറാൻ ട്രൈ ചെയ്യുന്നു. അവൻ ഓരോരുത്തരത്തു നിന്ന് ഇതാകേണ്ടി വന്നതും അവന്റെ അടുക്കെ പൈസ ചോദിച്ചതും ഒക്കെ ഇവൻ എന്റെ അടുക്കെ ഡയറക്റ്റ് വന്ന് പറഞ്ഞിട്ടുണ്ട്. ചെന്ന് 5 ലക്ഷം രൂപ തന്നാ സിനിമയിൽ അവസരം തരാം, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. സോ ദിസ് ഇസ് നോട്ട് ഫെമിനിസം. അവിടെയും ഫെമിനിസം തന്നെയാണ് സംസാരിക്കേണ്ടത്. കാരണം ഇറ്റ് ഈസ് ലൈക്ക് നമുക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടണ്ടേ. അവന്റെ വളരെയധികം വലിയ, അവനിപ്പോ നോർമൽ ഒരു ജേർണലിസം വെച്ച് നോർമൽ ഒരു റിപ്പോർട്ടർ ജോലി ചെയ്യാണ്. പക്ഷെ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ പെയിൻ ഉണ്ട്. ബിക്കോസ് ഹി വാണ്ടഡ് ടു ബി ആൻ ആക്ടർ. അത് പറ്റാത്തതിന്റെ ഒരു വിഷമം അവന്റെ ഉള്ളിൽ കിടക്കല്ലേ. അത് എന്തുകൊണ്ടാണ് കിടക്കുന്നത്? അവിടെ ചെന്നിട്ട് അവൻ ചെയ്തു, ആക്ട് ചെയ്തു, അതെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ 5 ലക്ഷം രൂപ കൊടുത്താലേ അഭിനയിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നിടത്ത് എന്താ ചെയ്യാ? 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്നാ പിന്നെ കുറച്ചും കൂടെ പൈസ ആരെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് സ്വന്തമായിട്ട് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിച്ചാൽ. അപ്പം എല്ലാവർക്കും ഒരു ഈക്വാലിറ്റി വേണം. ആ ഫെമിനിസത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഉള്ളവർ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഫെമിനിസത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഒരു ലിമിറ്റ് കഴിയുമ്പോ നിന്നെ കാര്യം ചെയ്തില്ല, നിന്നെ കല്യാണം കഴിപ്പിച്ചു വിടും എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും നാട്ടിൻപുറങ്ങളിൽ അങ്ങനെയാണ് ഇപ്പോഴും. ഒരു പക്ഷെ ഇപ്പോഴും അങ്ങനെ ആയിരിക്കാം. ട്രൂ, വെരി ട്രൂ. അത് മാറ്റി നിർത്തിയാൽ കല്യാണപ്രായം ആയില്ലേ എന്ന ആളുകൾ ചോദിച്ചു തുടങ്ങിയിട്ടില്ലേ? ചോദിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത് തന്നെയാണ് ചോദിച്ചോണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഡെഫിനറ്റ്ലി അത് ഞാൻ അവരെ ആരെയും ബ്ലെയിം ചെയ്യാറില്ല. നമ്മള് നിൽക്കുന്ന ഒരു ജനറേഷനിലല്ല അവരാരും ഉള്ളത്. പിന്നെ ചില സമയം നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. ഈവൻ ലൈക്ക് അവർക്ക് എന്തോ വിഷമം ഉള്ളത് പോലെയാണ് ഞാൻ കല്യാണം കഴിക്കാത്തത് കൊണ്ട്. ആൻഡ് എന്റെ പേരൻസിനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇറ്റ് ഈസ് ലൈക്ക് അവര് പറയുന്നു, ഇവരെല്ലാരും പറയുന്നത് എന്നെ കല്യാണം കഴിപ്പിക്കാതെ നിർത്തിയിരിക്കുന്നത് എന്റെ കയ്യില് ഞാൻ വർക്ക് ചെയ്യുമ്പോ വരുന്ന ഫണ്ടൊക്കെ എടുക്കാവല്ലോ അതുകൊണ്ടാണെന്ന്. നോൺസെൻസ് ആർ. എന്ത് സംസാരം! ഞാൻ ഇപ്പോഴും എന്റെ അച്ഛന്റെ ചെലവിലാണ് നിൽക്കുന്നത്. അതാണ് അതിനകത്തെ ഹൈലൈറ്റ്. ഞാൻ വെളിയിൽ പോയി നിൽക്കാത്തെന്ന് പറഞ്ഞ റെന്റൊക്കെ കൊടുക്കണ്ടേ, ഇതാകുമ്പോ അച്ഛനാകുമ്പോ എന്റെ ചെലവില്ലെന്ന് എന്നും പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എന്നെ ഇപ്പോഴും ഈ പ്രായത്തിൽ എന്റെ അച്ഛനാണ് ചെലവ് നോക്കുന്നത്. ബിക്കോസ് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാമെന്നുള്ളത് കൊണ്ട്. അപ്പം
ആസ് പേരൻസ് അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും കേൾക്കുമ്പോഴത്തേക്കും, അതിന് വേണ്ടിയിട്ട് അവർ പിടിച്ചു നിർത്തിയിരിക്കുന്ന എന്നൊക്കെ പറയുമ്പോൾ, കല്യാണം എന്ന് പറയുന്നത് ഇപ്പൊ ഈ നമ്മൾ 2026 നിൽക്കുമ്പോൾ കുറച്ചൊരു ലോജിക്കലിയും കൂടെ ചിന്തിക്കണം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഒന്നും അല്ല. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്റെ അടുക്ക വന്ന് സീരിയസ്ലി ഡയറക്റ്റ് ചോദിച്ചവരുണ്ട്, എന്നാ നമുക്കൊരു സദ്യയൊക്കെ തരുന്നത്. ഞാൻ പറഞ്ഞു, ബാ ഇപ്പൊ വാങ്ങിച്ചു തരാം, അപ്പുറത്തുണ്ട് സദ്യ കൊടുക്കാനുള്ള വക എനിക്ക് എന്തായാലും ഉണ്ട്, ബാ വാങ്ങിച്ചു തരാന്ന് പറയും. അവർ തറത്തല്ല പറയാനല്ല പറഞ്ഞത്, ഇപ്പൊ ഒന്നും തോന്നില്ല, പിന്നീടാ തോന്നുന്നത്. ഞാൻ പറഞ്ഞായിരിക്കും, ലുക്ക് ആൾക്കാർക്ക് ഓരോ ലൈഫിന് ഓരോ പർപ്പസ് ഉണ്ടാവും. ഞാൻ കല്യാണത്തിന് എതിരൊന്നും അല്ല. ഐ ലൈക്ക് ഹാവിങ് എ ഫാമിലി ആൻഡ് ഓൾ ദോസ് തിങ്സ്. പക്ഷെ നമുക്ക് നമ്മുടേതായ കൺസെപ്റ്റ് ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ കല്യാണം കഴിക്കുമായിരിക്കും, ഞാൻ ചിലപ്പോൾ കല്യാണം കഴിക്കാതിരിക്കുമായിരിക്കും. എന്തായാലും കല്യാണം കഴിക്കുവാണെങ്കിൽ വിളിക്കുമല്ലോ. എന്തായാലും ഈ പറഞ്ഞവരെ ആരും ഞാൻ വിളിക്കാൻ പോണില്ല, അത് വേറെ കാര്യം. ബട്ട് സ്റ്റിൽ കല്യാണം കഴിക്കുമ്പോൾ അറിയുമല്ലോ, എന്തായാലും ഫെയിം ആയിട്ട് നിൽക്കുമ്പം എല്ലാവരും അറിയും, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അറിയും. അപ്പൊ എന്തായാലും അങ്ങനെ അങ്ങ് അറിഞ്ഞാൽ മതി എന്നല്ലാതെ ഭയങ്കരമായിട്ട് ആകുലപ്പെടേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് വയ്യാണ്ടിരുന്ന സമയത്തൊന്നും ഇവർക്ക് ആർക്കും ഇത്രയും വേവലാതി, ഈ ഡെയിലി വന്ന് ചോദിക്കുന്ന പോലത്തെ വേവലാതി ആർക്കും ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമ്മൾ കുറെയൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് ഫോർവേഡ് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. ഇപ്പം ലുക്ക് നമുക്ക് പേരൻസിനെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇവർ ഈ കണ്ടിന്യൂസ് ഇത് തന്നെയല്ലേ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മ ഇങ്ങനെ പറയും, ഞങ്ങള് അനുവദിച്ചത് കൊണ്ടാണ് നിനക്ക് ഇതെല്ലാം ഉണ്ടായത്, നിനക്ക് ഈ കരിയറും ഒക്കെ ഉണ്ടായത്. ഡെഫിനറ്റ്ലി, കാരണം അവരെന്നെ കല്യാണം കഴിപ്പിച്ചിരുന്നെങ്കിൽ എന്റെ സ്റ്റോറി വേറെ ആയേനെ. ഞാനും ഈ പറയുന്നത് പോലെ ഓക്കെ, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആക്ട്രസ് ആണെന്ന്, നമുക്ക് എല്ലാവർക്കും വിധിച്ചിട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ ഞാൻ ബിസിനസിനെ പറ്റി ഒന്നും ചിന്തിക്കുക പോലും ഇല്ല. കാരണം ഉറപ്പായിട്ടും എന്നെ ആ ഏജിൽ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം, അവരുടെ വീട്ടുകാരുടെ കാര്യങ്ങൾ നോക്കണം, അവരുടെ സൗകര്യത്തിന് നിൽക്കണം. പിന്നെ ഒബ്വിയസ്ലി കുട്ടി ഉണ്ടാവും. പിന്നെ ഒരു ചൈൽഡ് എന്ന് പറയുന്നത് പേരൻസ് ഷുഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. കാരണം ഒന്നും അറിയാത്ത ഒരു കുട്ടിയാണ്, അതിന് ട്രോമ വന്നാലും എന്ത് വന്നാലും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ടൈം കൊടുക്കാത്തത് കൊണ്ടും ഒക്കെ ആയിരിക്കും. അപ്പൊ ഒന്ന് സെറ്റിൽഡ് ആയിട്ട് ആദ്യം നമ്മൾ ഒന്ന് രണ്ടു കാലിൽ ഉറച്ചു നിന്നിട്ട്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങ് ആയിക്കോളും എന്നുള്ളതിനോടൊന്നും എനിക്ക് ഇറ്റ് ഈസ് വെരി റോങ്. അതൊക്കെ മാറ്റേണ്ട സമയമായി. നമ്മൾ ആദ്യം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട്, ഭയങ്കരമായിട്ടൊന്നും വേണമെന്ന് പറയുന്നില്ല, പക്ഷെ അത്യാവശ്യം നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാനും, ഇപ്പൊ നമ്മളൊരു വർക്കിന് പോയി കഴിഞ്ഞാൽ ക്വാളിറ്റി ടൈം വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റാനും ഒക്കെ ഉള്ള രീതിയിൽ ഒക്കെ ആകുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യൽ എയിം ആയിരിക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു പോയിന്റിന്റെ മേളിലേക്ക് വളരാനുള്ള പൊട്ടൻഷ്യൽ നമുക്ക് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒന്നിലേക്കും ആദ്യം ചാടി കയറാതിരിക്കുക. പിന്നെ ഈ പറയുന്നത് പോലെ അവർക്ക് എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ, അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയുള്ളൂ. പിന്നെ നമ്മുടെ എല്ലാ വൾണറബിലിറ്റീസും അപ്പോഴത്തേക്ക് അറിയും. നമ്മളെ ഭദ്രകാളി രൂപം അവർക്ക് താങ്ങാൻ പറ്റുമോ എന്നുള്ള ദർ ഇസ് ടു മച്ച് ക്രൈറ്റീരിയ. ചുമ്മാ കല്യാണം കഴിച്ച് പിന്നെ നാളെ ഡിവോഴ്സ് ആയി ലോയർക്ക് കുറെ പൈസ കൊടുക്കാന്നല്ല. എന്റെ ഫ്രണ്ട്സ് ലോയർ ഉണ്ട്, അതുകൊണ്ട് ആ കാശ് ലാഭ. ബട്ട് സ്റ്റിൽ എന്നാലും നല്ല പൈസ മേടിക്കും, എന്നാലും പൈസ അറിയാവുന്ന രണ്ടടി കൂടുതൽ പൈസ വായിക്കും. അപ്പൊ അതിലേക്ക് പോകുന്നതിലും നല്ലത് നല്ലൊരു കമ്പാനിയനെ കണ്ടുപിടിച്ച് നമുക്ക് തോന്നുകയാണ് ഓക്കെ ലെറ്റ് സെറ്റിൽ ഡൗൺ, സ്ലോ ഡൗൺ ആകാം എന്ന് തോന്നുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതിനൊരു ബ്യൂട്ടി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഈ ഇടയ്ക്ക് അനുപമ കുറച്ച് ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പം കൂടുതലും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുന്നവരെ പറ്റി എന്താ പറയാനായിട്ടുള്ളത്? എനിക്ക് റിലേഷൻഷിപ്പിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ബട്ട് സ്റ്റിൽ എല്ലാം റിലേഷൻഷിപ്പ് ആണല്ലോ. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഫാമിലി പരമായിട്ടാണെങ്കിലും ആൻഡ് ആ എൻഡിൽ നിന്ന് ഇപ്പൊ ഫ്രണ്ട്സ് ഫാമിലി അങ്ങനെയുള്ള രീതിയിൽ നിന്ന് ഈ ഒരു നാർസിസിസ്റ്റിക് ബിഹേവിയർ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അത് പണ്ടേ ടോളറേറ്റ് ചെയ്യാത്ത ഒരു കൈൻഡ് ആണ്. ബട്ട് സ്റ്റിൽ ഷീ ഈസ് വെരി ട്രൂ. നമുക്ക് കുറെ കാര്യങ്ങൾ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പം റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല. നമുക്ക് നമ്മളെ തന്നെ ക്വസ്റ്റ്യനബിൾ ആകുന്ന രീതിയിൽ നമ്മളെല്ലാം ചെയ്തില്ലേ, പിന്നെ എന്തിനാണ് ഇത്രയും ഇതാകുന്നത്? എന്തുണ്ടെങ്കിലും നമ്മുടെ കുറ്റം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെന്ന് പ്ലീസ് ചെയ്തോണ്ടേ ഇരിക്കണം എന്നൊക്കെ ഉള്ളത് പല സമയത്തും തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ ചില സമയം നമ്മൾ വിചാരിക്കും അയ്യോ നമ്മളോട് ഭയങ്കര സ്നേഹമാണ് എന്ന് വിചാരിക്കും. ചില സമയത്തേക്ക് അത്രയും നമ്മളെ വെറുക്കാൻ നമ്മൾ എന്താ ചെയ്തതെന്ന് തോന്നിപ്പോകും. അതിന്റെ താഴെ കുറെ പേരൊക്കെ നെഗറ്റീവായിട്ട് അപ്പുറത്തെ സൈഡ് കേട്ടിട്ടില്ലല്ലോ. ട്രൂ ആണ്, അപ്പുറത്തെ സൈഡ് കേട്ടിട്ടില്ല. പക്ഷെ എന്ന് പറഞ്ഞ ഒരാൾ അനുഭവിച്ചത് അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ ഞാൻ അനുഭവിച്ചത് ഞാൻ വന്ന് പറയുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ
ഇപ്പൊ ഞാൻ എന്റെ ഡിപ്രഷനെ പറ്റി ഓപ്പൺ അപ്പ് ആയ ടൈമിൽ ഈ പറയുന്നത് പോലെ കുറെ കോൺട്രവേഴ്സീസ് ഇങ്ങനെ വന്നായിരുന്നു. അങ്ങനെ പറയാം, ഇങ്ങനെ പറഞ്ഞോ, എന്തിനാ നീ ഇപ്പൊ പോയി പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് കുടുംബത്തിൽ നിന്നൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇവളെന്തൊക്കെയാ വിളിച്ച് പറയുന്നത്, ഇന്റർവ്യൂ പോയില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ സെയിം പോയിന്റ് ആണ് അനുഭവം പറഞ്ഞത്. ഞാൻ അന്ന് പറഞ്ഞ അതേ പോയിന്റ് ആണ്. ഇത് കേട്ട് ഒരാളെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. ആൻഡ് ഇറ്റ് വിൽ ഹാപ്പൻ. കാരണം എനിക്ക് കുറേ പേര് ഇപ്പോഴും മെസ്സേജ് അയക്കലുണ്ട്, ചേച്ചി ഞാനൊന്ന് ഓപ്പൺ അപ്പ് ആയി സംസാരിച്ചോട്ടെ, ചേച്ചിക്ക് ആവുമ്പോൾ മനസ്സിലാകുമെന്ന് പറഞ്ഞു. ഇപ്പോഴും എനിക്ക് ടൈം കിട്ടുമെങ്കിൽ ഞാൻ ടൈം കൊടുക്കാറുണ്ട്. ആ സെയിം റീസൺ തന്നെയാണ് ഇപ്പൊ അനുപമയും പറഞ്ഞത്. ആ കുട്ടി അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാർസിസിസ്റ്റ് ബിഹേവിയർ ഉള്ളവര് തിരിച്ചറിയട്ടെ. ഇപ്പൊ എന്റെ അമ്മയ്ക്ക് ആ വാക്ക് പോലും ഫെമിലിയർ അല്ല. അതെ, ഇപ്പോഴാണ് ഈ വേർഡ് കുറച്ച് അധികം ബൂമായത് ഈ കാരണം ടൈമിലാണ്. ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാൾക്ക് വന്നൊരനുഭവം അവര് വന്ന് പറയുമ്പോഴാണ് ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നത്. അപ്പോഴമ്മ എന്നോട് വന്ന് ചോദിക്കുന്നത് അത് എന്താ സാധനം ഒന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഇന്റർവ്യൂ കണ്ടാൽ മതി, അതിൽ വൃത്തിയായിട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇല്ല ഒന്ന് പറഞ്ഞു തന്നു. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോ അമ്മയുടെ ലൈഫിൽ അങ്ങനെ 2-3 പേരുള്ളൂ ഇവരിങ്ങനെയാണല്ലേ എന്ന് നോട്ട് ചെയ്ത് പറഞ്ഞു. അപ്പം ദേ ആർ ഗെറ്റിംഗ് അവെയർ ഓഫ് ഇറ്റ്. അത് നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അത് കാരണം അവർക്ക് വന്ന ട്രോമ അവരുടെ കുറ്റമല്ല എന്നുള്ളത് മനസ്സിലാകും. അങ്ങനെ ഇപ്പൊ കുറെ പേർക്ക് എന്തായാലും അത് ഐ ആം സെയിങ് ഐ എം വെരി പ്രൗഡ് ഓഫ് ഹർ. അത് ഒരു വലിയ ബോൾഡ് മൂവ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ സംസാരിച്ചാൽ നമുക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇനിയും വീണ്ടും ഒന്നുകൂടെ നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അതിനുള്ള ഒരു അവസരം വീണ്ടും ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും. എല്ലാം കരിയറിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ലൈഫിലാണെങ്കിലും എല്ലാം നല്ലത് സംഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. ഞാനും ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പം എല്ലാവരുടെയും ഓണം കളറാവട്ടെ എന്ന് പറയാണ്. ഹാപ്പി ഓണം.